ഏറ്റവും ആദരണീയരായ സാദാത്തുക്കൾ, അഭിവന്ദ്യരായ വില്യാപ്പള്ളി ഉസ്താദ് അടക്കമുള്ള ഉലമാക്കൾ, ആദരണീയരായ ഉമറാക്കൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ അള്ളാഹുവിന്റെ വിശുദ്ധ ഇസ്ലാം ദിക്റുൽ അംബിയാഇ ഇബാദത്തുൻ വദിക്റുസ് സാലിഹീന കഫാറത്തുൻ, നമ്മുടെ പാപരഹിതമായ ഒരു ഭാവിക്ക് വേണ്ടിയും ചെയ്തുപോയ പാപങ്ങൾ പുറത്തു മാപ്പാക്കി കിട്ടുന്നതിനും അള്ളാഹു നൽകുന്ന മഹനീയമായൊരു മജ്ലിസാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഈ മഹത്തായ മജ്ലിസിൽ ബഹുമാനപ്പെട്ട ശൈഖുന സുൽത്താനുൽ ഉലമ, ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി, വന്നിരായ നമ്മുടെ പ്രാസ്ഥാനിക നേതൃത്വം ഏതാനും നിമിഷങ്ങൾക്കകം നമ്മുടെ വേദിയിലേക്ക് വരികയാണ്. മഹാനായ സയ്യിദ് ഹാമിദ് കോയമ്മത്തങ്ങൾ ഖുറത്തു സാദാത്ത് മഹാനവറുകളുടെ വിയോഗം കഴിഞ്ഞ് ഒരു വർഷം തികഞ്ഞോ എന്ന് അത്ഭുതപ്പെട്ടുകൊണ്ടാണ് നാം എല്ലാവരും ഈ ആണ്ടിനു വേണ്ടി ഇവിടെ എത്തിച്ചേർന്നത്. അവിടുത്തെ വിടവാങ്ങൽ നമ്മെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച നിലക്കായിരുന്നു. അതേപോലെ തന്നെ ഒരു വർഷം തികഞ്ഞ് ആണ്ടിന് നാം എല്ലാവരും ഇവിടെ എത്തുമ്പോ തങ്ങളില്ലാത്ത ഒരു വർഷം നമുക്ക് കഴിഞ്ഞുപോയോ എന്ന് ബേജാറായിക്കൊണ്ടാണ് നാം എല്ലാവരും ഇവിടെ ആഗതരായിട്ടുള്ളത്. ഇവിടുത്തുകാരെ സംബന്ധിച്ചിടത്തോളം നമ്മളെക്കാളൊക്കെ വളരെ വ്യക്തമായി തങ്ങളുപ്പയുമായി ലയിച്ചു ചേരുകയും അവരുടെ ഖിദ്മത്തിന് സമയം കണ്ടെത്തുകയും ചെയ്ത സജ്ജനങ്ങളാണ് ഈ നാട്ടിലുള്ളത്. അന്ന് ബഹുമാനപ്പെട്ട തങ്ങളുടെ ജനാസ ഇവിടെ കൊണ്ടുവരുമ്പോ കേരളത്തിലെ മഹാന്മാരായ ഉലമാക്കളും സാദാത്തുക്കളും മുതഅല്ലിമുകളും മുഹിബ്ബീങ്ങളും ഉമറാക്കളുമെല്ലാം എട്ടിക്കുളത്തെയും സഅദിയയിലെയും ഉള്ളാളത്തെയും മജ്ലിസിൽ ഒരുമിച്ച് കൂടിയപ്പോ ഇവിടെ ഈ നാട്ടിലും പരിസരത്തുമുള്ള കർണാടക സ്റ്റേറ്റിലെ പ്രിയപ്പെട്ട മുഹിബ്ബീങ്ങളാണ് ഒരുമിച്ച് കൂടിയത്. ഞാൻ ഓർത്തു പോകുന്നു, ആദ്യം പറഞ്ഞ 3 സ്ഥലത്തും കൊല്ലത്ത് നിന്ന് യാത്ര ചെയ്തിട്ട് എനിക്ക് എത്താൻ കഴിയാത്തത് കൊണ്ട് ഞാൻ ഇവിടെയാണ് എത്തിയത്. അൽഹംദുലില്ലാഹ്, തങ്ങളിപ്പോ വരുന്നതിന് അരമണിക്കൂർ മുമ്പ് ഇവിടെ എത്താൻ കഴിഞ്ഞു. അന്ന് സാദാത്തുക്കളെല്ലാം കൂടി അല്പം ഒച്ച കൂടുതലുള്ളത് കൊണ്ടും എന്നെ പരിചയമുള്ളത് കൊണ്ടും മൈക്രോഫോൺ എന്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, ഇവരെ ഒന്ന് കൺട്രോൾ ചെയ്യണം. യഥാർത്ഥത്തിൽ എന്റെ ജീവിതത്തിലെ അതിസാഹസികമായ ഒരിടപെടലായിരുന്നു അന്നത്തെ വേദിയിൽ ഇടപെട്ടത്. കാരണം സാധാരണ ഒരു മജ്ലിസല്ല. അടുത്തു നിൽക്കുന്നതും പുറകിൽ നിന്നുള്ള തിക്കും തിരക്കും കാരണം മുന്നിലേക്ക് നിയന്ത്രണം പോലും നഷ്ടപ്പെട്ട് കടന്നു വരുന്ന സമൂഹത്തിൽ ഏറെ ആളുകൾ അഹ്ലുബൈത്താണ്, സാദാത്തുക്കളാണ്. അവരെ നമ്മൾ എങ്ങനെ നിയന്ത്രിക്കാനാണ്? ഇപ്പോൾ നാം ഓതിയ അഹ്ലുൽ അബാഇന്റെ മൗലിദ് അഹ്ലുബൈത്തിന്റെ മദദ് പ്രതീക്ഷിച്ചുകൊണ്ട് മുഅ്മിനീങ്ങൾ എപ്പോഴും സദാ ജാഗ്രതയുള്ളവരാകണം എന്ന് നമ്മെ പഠിപ്പിക്കുന്ന മൗലിദാണ് ഇവിടെ പാരായണം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വളരെ കഷ്ടപ്പെട്ടു. ഏതായിരുന്നാലും കുറെ പേരുടെയൊക്കെ ആശ മുറിച്ചുകൊണ്ട് ഏതാണ്ട് ഒരു 1/4 മണിക്കൂർ 1 മണിക്കൂറോളം സമയം കഴിഞ്ഞപ്പോ
ജനാസ ഇവിടുത്തെ മഖ്ബറയിലേക്ക് എടുത്തു പോരാൻ ആംബുലൻസിലേക്ക് കയറ്റാൻ കഴിയുന്നില്ല. ഇവിടുത്തെ മുസ്ലിംമാരായ ആളുകൾ വരെ ഒരു നോക്ക് കാണാൻ കാത്തുനിന്നിട്ട് കഴിയാത്തവർ ആ ജനാസ കൊണ്ടുപോയ സ്ട്രെച്ചറിലേക്ക് അവരുടെ തലപ്പാ ഊരിയിടുകയും അതിന്റെ ഒരറ്റം ചെന്ന് തട്ടിയിട്ട് തിരിച്ചു വരുമ്പോ അതെങ്കിലും ഒന്ന് മുത്തി സായുജ്യമടയാം എന്ന് കാണിക്കുകയും ചെയ്യുന്ന തിരക്ക് വല്ലാതെ അത്ഭുതപ്പെടുത്തി. എല്ലാം കഴിഞ്ഞു മൈക്രോഫോണിന്റെ പോയിന്റിൽ കഷ്ടപ്പെട്ട് വാഹനത്തിൽ കയറ്റിയ ശേഷം ബഹുമാനപ്പെട്ട മസ്ഊദ് തങ്ങള്, ബഹുമാനപ്പെട്ട തങ്ങളുപ്പായുടെ മകൻ അവിടുന്ന് പറഞ്ഞു, കുഞ്ഞി സഖാഫി ഇങ്ങ് കയറി വരണമെന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ അത് വല്ലാത്തൊരു യുദ്ധം ചെയ്ത് കയറേണ്ടി വന്നു. മനുഷ്യ മതില് ഭേദിച്ചിട്ട് വേണം കയറാൻ. ആദ്യത്തെ എട്ടിക്കുളത്തെ തിരക്കിൽ ആംബുലൻസിന്റെ സ്റ്റെപ്പിനെയൊക്കെ ഇളകിപ്പോയി. ഏതായാലും അതിനകത്ത് കയറി പറ്റിയതോടുകൂടെ ശരീരത്തിനുണ്ടായ വേദന പിന്നീട് തങ്ങളോട് പറഞ്ഞപ്പോ അവിടുന്ന് തന്റെ മകനെ പ്രതിനിധിയാക്കി പോയതുപോലെ ആ മകൻ എന്നോട് പറഞ്ഞു, ഇനി ഉപ്പാന്റെ അടുത്ത് വരുമ്പോഴേക്ക് ആ വേദന മാറിക്കൊള്ളും എന്ന് പറഞ്ഞു. അതിനൊരു വർഷത്തെ കാലാവധിയുടെ നീളം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചില്ല. ഏതായിരുന്നാലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ വാഹനത്തിൽ കയറിക്കഴിഞ്ഞപ്പോ ഈ മകൻ ഉപ്പയോട് സംവദിക്കുന്ന ഒരു രംഗമുണ്ട്. മൂത്ത മകൻ ഇപ്പോൾ ഇവിടുത്തെ എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം വഹിച്ചുകൊണ്ട് നിൽക്കുന്ന അവിടുത്തെ പ്രിയപ്പെട്ട മകൻ ഈ സമൂഹത്തെ വിശേഷിച്ചും ഈ നാട്ടിൽ പ്രത്യേകം നയിക്കേണ്ടവരാണ് എന്ന് ദീർഘദൃഷ്ടിയോടെ കാണുകയും അവരെ അതിന് പാകപ്പെടുത്തുകയും ചെയ്തതുപോലെ അവിടുന്ന് സർവ കുടുംബാംഗങ്ങളെയും ഉപ്പയുടെ സഹോദരങ്ങളെയും ഉപ്പയുടെ മക്കളെയും മരുമക്കളെയും എല്ലാം പറഞ്ഞ് ദുആയിരുന്ന് അവരുടെ മുന്നിൽ വെച്ച് പറഞ്ഞു, ഹബീബായ മുത്ത് റസൂലുള്ളാഹി തങ്ങളുമായി സംവദിക്കാൻ ഉപ്പക്ക് ഭാഗ്യം കിട്ടുമ്പോ ഞങ്ങളെ മറന്നുപോകല്ലോ ഉപ്പ. അവിടുന്ന് ഏൽപ്പിച്ച കാര്യങ്ങൾ പൂർത്തിയാക്കാൻ സാധുക്കളായ ഞങ്ങൾക്ക് താക്കത്ത് കിട്ടാൻ വേണ്ടി അവിടുന്ന് ശ്രദ്ധയോടെ ദുആയിരക്കണേ ഉപ്പ എന്ന് പറഞ്ഞ് തുടങ്ങി. ഒരു മുനാജാത്ത് പോലെ, അഭിമുഖ സംഭാഷണം പോലെ നടത്തിയ ആ ദുആയുടെ ഒടുവിൽ നമ്മുടെ പ്രിയപ്പെട്ട സിറാജിനും, കണ്ണൂർ സിറാജ് ഇവിടെ എല്ലാ ഖിദ്മത്തും ചെയ്തുകൊണ്ട് നിൽക്കുന്നവരാണ്. സാധുവായ എനിക്കും അഹ്ലുബൈത്തിൽ പെടാത്ത സാധുക്കളായ ഞങ്ങളാകുന്ന ചെറിയ ഖാദിമീങ്ങളെ ആ ഉപ്പയ്ക്ക് ഓർമ്മപ്പെടുത്തി കൊടുത്തപ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ തിരക്ക് മുഴുവൻ അനുഭവപ്പെട്ട ആ വിഷമങ്ങളൊക്കെ മാറിക്കിട്ടിയത്. അങ്ങനെ എന്തുകൊണ്ടും നമുക്ക് ജീവിതത്തിലും ജീവിതത്തിന് ശേഷവും വലിയ അവലംബമായി കേരളത്തിലെയും കർണാടകയിലെയും വേണ്ട നമ്മളുമായി ബന്ധപ്പെട്ട ആളുകൾ ഏതൊക്കെ പ്രവാസ ലോകത്തുണ്ടോ, ഇനി അവരെ ഭാഷയും ദേശവും ഒന്നും ബന്ധമില്ലാതെ ബഹുമാനപ്പെട്ട ശൈഖുന സുൽത്താനുൽ ഉലമയുടെ നേതൃത്വത്തിൽ ആരും ഇവിടുന്ന് എഴുന്നേറ്റ് പോകരുത്. അവിടുത്തെ ശാരീരികമായ വിഷമങ്ങളും എല്ലാം നമുക്കറിയുമല്ലോ. അവിടെ സിയാറത്ത് നടക്കുന്നത് കൊണ്ട് ആ സിയാറത്തിനെ മാനിച്ച് 2-3 നിമിഷം നമുക്ക് ഈ മൈക്രോഫോൺ വലിയ ശബ്ദമില്ലാതെ വെക്കേണ്ടി വരും. അവിടെ മക്കാമിലും പരിസരത്തും നിൽക്കുന്ന ആളുകൾ സ്നേഹമുണ്ടെങ്കിൽ ശൈഖുന സുൽത്താനുൽ ഉലമയുടെ സമീപത്തേക്ക് അടുക്കാതെ വളരെ വേഗം ഈ മജ്ലിസിലേക്ക് കടന്നു വരണം. അതുപോലെ വാളണ്ടിയേഴ്സ് ഉസ്താദ് വരാൻ വേണ്ടിയുള്ള സൗകര്യം ചെയ്യുമ്പോൾ അതിനോട് സഹകരിച്ച് പൂർണ്ണമായും ഒഴിവായി കൊടുക്കണം. ആരും വിശ്വസിക്കുന്നു പോലുമില്ല ഉസ്താദിന്റെ ശാരീരികമായി ഇത്രയും വിഷമങ്ങൾക്ക് നടുവിൽ
ഈ മഹാനുഭാവനോടുള്ള വലിയ മഹബത്ത് കൊണ്ട് ഇവിടെ എത്തിയതാണ് ഉസ്താദ്. അതുകൊണ്ട് നിങ്ങളത് ശരിക്കും മനസ്സിലാക്കണം. അവിടത്തേക്കുള്ള മൈക്ക് ഒന്ന് ശബ്ദം കുറച്ചുകൂടെ ഓഫാക്കിയോ? അവിടുത്തെ ഓഫാക്കി. ആ മക്കാമിന്റെ അടുത്തേക്കുള്ള മൈക്ക്. അവിടെ മക്കാമിന്റെ പരിസരത്തുള്ള ആളുകൾ അവിടത്തേക്ക് ഈ സ്റ്റേജിലേക്ക് വരാനുള്ള സൗകര്യമൊരുക്കുമാറ് ഒന്ന് ഒതുങ്ങി സൗകര്യം ചെയ്തു കൊടുക്കണം. ഭാഷ മലയാളമായതുകൊണ്ട് കർണാടക സ്റ്റേറ്റിലുള്ള ആളുകൾക്ക് മലയാളം തിരിയുന്നവരാണ് ഇവിടെ എല്ലാവരും. പക്ഷേ കൊല്ലത്തെ ചില ഭാഷകൾക്ക് വ്യത്യാസം ഉണ്ടാകും. അതുകൊണ്ട് അതപുകേട് തോന്നരുത്. എല്ലാവരും അവിടുന്ന് ഒന്ന് മാറി ഇങ്ങോട്ട് കടന്നു വരണമെന്ന് അറിയിക്കുന്നു. ആ ഇടയ്ക്കൊക്കെ ചില കസേരകൾ നിങ്ങൾക്ക് സൗകര്യപ്പെടാനുണ്ടാകും. പിറകിൽ വാളണ്ടിയേഴ്സ് 2 ലൈനായിട്ട് നിന്ന് സൗകര്യം ചെയ്യുന്നിടത്ത് വേറെ ആരും നിൽക്കരുത്. ബഹുമാനപ്പെട്ട ശൈഖുന സുൽത്താനുൽ ഉലമ അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ ശൈഖുനായുടെ അജയ്യമായ നേതൃത്വം ഏറെക്കാലം നമുക്ക് ലഭ്യമാകുന്നതിനാവശ്യമായ ആഫിയത്തും ദീർഘായുസ്സും അള്ളാഹു നൽകി നമ്മളെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ മഹാനായ തങ്ങളവറുകളുടെ അത് കൊടുത്തോളി. സിയാറത്ത് കഴിഞ്ഞു. ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബത്ത് നമ്മെ പഠിപ്പിച്ചു തന്ന, അതുപോലെ യാതൊരു ജാടയുമില്ലാതെ അവർ മുന്നിൽ കണ്ട പരിശുദ്ധ ദീനീ മാർഗത്തിന്, സ്വർഗീയമായ പ്രവേശനത്തിന് അങ്ങേയറ്റം കൊതിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് മുന്നോട്ട് പോയ മഹാനായ തങ്ങളെയാണ് ഖുറത്തു സാദാത്തിലൂടെ നമുക്ക് പരിചയപ്പെടാൻ കഴിഞ്ഞത്. ചില സ്ഥലത്തൊക്കെ തങ്ങൾ വളരെ നേരത്തെ വരും. നമ്മൾ വിചാരിക്കും തങ്ങൾ നേരത്തെ വന്നു, സദസ് എങ്ങനെയാണ് ഒക്കുക? അതൊന്നും പ്രശ്നമില്ല മുയിലാരെ, നമുക്ക് ദുആ ഇറക്കുകയല്ലേ എന്ന് ചോദിച്ചു ദുആ തുടങ്ങിയാൽ ആ മജ്ലിസിൽ പ്രതീക്ഷിക്കുന്നതിന്റെ എത്രയോ ഇരട്ടി ആളുകൾ ആ ദുആ പകുതിയാകുമ്പോഴേക്ക് അതിന് നല്ലൊരു സമയമുണ്ടാകും. മഹാനായ സയ്യിദ് അവറുകളുടെ സമീപത്തെത്തുകയാണ്. എത്രയോ അനുഭവങ്ങൾ. കഴിഞ്ഞ പ്രാവശ്യം താജുൽ ഉലമയുടെ ഉറൂസിന്, അവിടുത്തെ ഹയാത്ത് കാലത്തുണ്ടായ ഉറൂസിന്, കഴിഞ്ഞതിന്റെ അങ്ങേ പ്രാവശ്യം ഞാൻ ഓർത്തു പോവുകയാണ്. ആ ഉറൂസ് കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു എന്ന് പറയാം. കാരണം വലിയ സമൂഹം ഉണ്ടായിരുന്ന സ്ഥലത്ത് ആളുകൾ ബഹുഭൂരിഭാഗവും പോയി കഴിഞ്ഞു. അവ കാലിയായി എന്നാണ് നമുക്ക് പറയാൻ പറ്റുക. അങ്ങനെ എല്ലാവരും പോയി നന്ദിയും പറഞ്ഞ ശേഷം ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ ദുആയിക്കിരുന്നു. കുറഞ്ഞ ആളുകൾ വന്ന് മുസാഫഹത്തൊക്കെ ചെയ്തു പോയി. ദുആ കേട്ടുകൊണ്ട് അപ്പോൾ ഉള്ള ആളുകൾ അവിടെ ഇരുന്നു. തങ്ങൾ 1 മണിക്കൂർ സമയം ദുആയിരുന്നു. ഞാൻ തങ്ങളുപ്പാനോട് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഇത്തരം വേദികളുടെ അവസാന നിമിഷം എല്ലാവരും പോയ ശേഷം ഇത്രയും നേരം ദുആയിരുന്ന് എന്തിനാണെന്ന് ചോദിച്ചപ്പോ ആത്മാർത്ഥതയുടെ നിറകുടമായ ആ സയ്യിദ് അവറുകൾ പറഞ്ഞു, കുഞ്ഞു സഖാഫി, ഞാൻ പലരോടും വാപ്പന്റെ ഈ മജ്ലിസിൽ വെച്ച് ദുആ ഇറക്കാമെന്ന് വാക്കുകൊടുത്തിട്ടുണ്ട്. നിറഞ്ഞ സദസ്സുണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ആയിരക്കണക്കിന് ആളുകൾ ആമീൻ പറയുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇന്ന് സാങ്കേതിക സൗകര്യങ്ങൾ ഉള്ളതുകൊണ്ട് 10,000 ആമീൻ പറയുന്നുണ്ട് ആ ദുആയിക്കും. എന്നാൽ തങ്ങൾ പറഞ്ഞു, പറഞ്ഞ വാക്ക് പാലിച്ച്
ഞാൻ ആ ദുആയിലേക്ക് ഇൻഷാ അല്ലാഹ് അത് പൂർത്തിയാക്കിയല്ലാതെ എനിക്ക് പോകാൻ കഴിയില്ല. ഇത് വളരെ വ്യക്തമായി ആ ഇഖ്ലാസോടെ റബ്ബാകുന്ന അല്ലാഹുവിനെ മുൻനിർത്തി റബ്ബിനെ ബോധ്യപ്പെടുത്താനാണ് ഞാൻ ഈ ചെയ്യുന്നത്. അല്ലാഹുവിന്റെ അടുക്കലേക്ക് ഞാൻ എന്റെ ഉത്തരവാദിത്തം നിർവഹിച്ചു ദുആയിരക്കുന്നു എന്ന നിസ്വാർത്ഥമായ പ്രാർത്ഥനയുടെ നീണ്ട മജ്ലിസുകൾക്ക് ഭൗതിക ലോകത്ത് വിരാമമിട്ടെങ്കിലും 1 വർഷക്കാലം തുടർച്ചയായി ഇടതടവില്ലാതെ എല്ലാ ദിവസവും വരുന്നവർക്ക് കഞ്ഞിയും അതിന്റെ കൂടെയുള്ള കൂട്ടാനുമെല്ലാം കൊടുത്ത് ആളുകളെ, 100 കണക്കിന് ആളുകളെ എല്ലാ ദിവസവും സ്വീകരിക്കുന്ന വലിയ മസാറായി മഹാനവറുകളുടെ ഈ മജ്ലിസ് ദർബാർ ഉയർന്നു കഴിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനിയും ഒരുപാട് കാലം അവിടുത്തെ ദർബാറിന്റെയും അവിടുത്തെ പ്രത്യേകമായ വ്യക്തിത്വത്തിന്റെയും ദറജ ഉയർത്തി അല്ലാഹു നമുക്ക് ഈമാനിന്റെയും ഇസ്ലാമിന്റെയും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെയും അവലംബമാക്കി അല്ലാഹു നൽകുമാറാകട്ടെ. അഹ്ലുബൈത്തിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മളെ രക്ഷപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വന്യരായ ശൈഖുനാ സുൽത്താനുൽ ഉലമ എത്തുന്നതിന് മുമ്പ് ഞങ്ങളുടെയൊക്കെ വന്യരായ ഉസ്താദ് വില്യാപ്പള്ളി ഉസ്താദ് അവറുകൾ നമ്മുടെ മജ്ലിസിലുണ്ട്. 2 വാക്ക് നമ്മോട് അനുഗ്രഹ പ്രഭാഷണം നടത്താൻ ഇവിടെ ഉള്ളതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അതിമഹത്തായ പരിപാടിയായിരുന്നു. ശൈഖുനാ വില്യാപ്പള്ളി ഉസ്താദ് അവരുടെ ആശംസ പ്രഭാഷണത്തിനായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഞാൻ എൻ്റെ വാക്കുകൾ ആശംസകൾ ഒതുക്കുകയാണ്. നീട്ടി സംസാരിക്കാൻ ഇപ്പോൾ പറ്റുകയില്ല. കാരണം എൻ്റെ ആരോഗ്യപരമായ കാരണത്താൽ പറ്റുകയില്ല. മറ്റൊന്ന് എ പി ഉസ്താദ് വന്നുകൊണ്ടിരിക്കുന്നു. എ പി ഉസ്താദ് വരുമ്പോൾ ഞാൻ സംസാരിക്കൽ ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. മഹാനായ തങ്ങളവറുകൾ ഞാൻ ഇപ്പോഴും നേരെ മുഖാമുഖം കാണുമ്പോൾ എനിക്ക് അനുഭവപ്പെടുകയാണ്. തങ്ങളുമായി എനിക്കുള്ള ബന്ധം വളരെ സുദീർഘമാണ്. ഞാൻ വളരെ കാലം മുമ്പേ മഹാനായ താജുൽ ഉലമായുടെ അടുക്കൽ ഉള്ളാളത്ത് വരാറുണ്ട്. വരുമ്പോൾ അന്ന് വരുന്ന കാലം മുതൽ തങ്ങളുടെ പുത്രൻ എന്ന നിലക്ക് മഹാനായ പുറാത്തങ്ങളും ഉള്ളാളത്തുണ്ടാവും.